ഹലോ ഹായ്, വെൽക്കം ടു ക്യൂട്ട് കുട്ടീസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടീസിന് കുറേ സർപ്രൈസസ് കിട്ടിയിട്ടുണ്ട്. കുട്ടീസിൻ്റെ മാമി, ബഹ്റൈനിലുള്ള മാമി വന്നിട്ടുണ്ട്, പിന്നെ കുഞ്ഞുമ്മ കൊച്ചപ്പ എല്ലാവരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടീസിന് കുറേ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അൺബോക്സിങ്ങും പിന്നെ എന്താ നമ്മുടെ നിന്നസിൻ്റെ ഓണത്തിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. ആദ്യം തന്നെ നമുക്ക് റിസൾട്ട് നോക്കാം, എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് നോക്കാം. അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിന്നസിന് എല്ലാത്തിലും ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര സംശയമായിരുന്നു, കാരണം ഇവൾക്ക് പഠിക്കാൻ ഭയങ്കര മടിയായി തുടങ്ങി. പിന്നെന്താ പഠിക്കാൻ മടി എന്നാലും പഠിക്കായിരുന്നു. പിന്നെ എഴുതാൻ കുറേ ഉണ്ടായിരുന്നു. എഴുതിക്കുമ്പോൾ അപ്പം കിട്ടും, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ എഴുതിക്കുന്നതൊന്നും എന്താ പറയുക ഓർമ്മയിലില്ല, കുഞ്ഞു കുട്ടികളല്ലേ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടാ, വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് തന്നെയാണ്. എന്താ ഫുള്ള് കിട്ടിയില്ല എന്ന് മാത്രം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ മലയാളത്തിൽ ഫുള്ള് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എഴുതാനൊക്കെ ഉണ്ട്, എഴുതിയിട്ടൊക്കെ ഉണ്ട്, ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെതാ പിന്നെതാ ഇംഗ്ലീഷിലും ഫുൾ മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗുഡൊക്കെ, വെരി ഗുഡൊക്കെ. സ്റ്റാറൊക്കെ കിട്ടിയില്ല നമ്മൾക്ക്. പിന്നെ മാത്സ് പരീക്ഷയ്ക്ക് പോയി വന്നിട്ടാണ് അവൾ പറഞ്ഞത്, ഉമ്മച്ചി ഞാൻ തോറ്റു എന്നൊക്കെ വന്നിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു മാത്സിലാണ് ചിലപ്പോൾ എന്താ മാർക്ക് കുറവുണ്ടാവുന്നത്. പക്ഷെ മാത്സിലും ഫുൾ തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ വളരെ. പക്ഷെ നമുക്ക് അല്ല, കുഞ്ഞു കുട്ടികളായതുകൊണ്ട് ഇവർക്ക് പാടായിരിക്കുമല്ലോ. പിന്നെ ഇതാ EVS കേട്ടോ ഒരു ക്വസ്റ്റ്യൻ അവൾക്ക് കിട്ടിയില്ല. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം എന്താ അമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. കണ്ണ് ഐസ് നമ്മച്ച് പറഞ്ഞു തന്നില്ലേ, അത് എഴുതി. പക്ഷെ ഇവിടെ എഴുതണം എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചുള്ളൂ. കണ്ണ് ഉമ്മച്ചിയുടെ പേരല്ലത്, ഉമ്മച്ചിയുടെ പേര് ഇവിടെ അല്ല, ഉമ്മച്ചിയുടെ പേരില്ലല്ലോ ഇതിൽ എഴുതാൻ പറഞ്ഞിട്ടില്ല. വാപ്പച്ചിയുടെ പേരിന് എഴുതാൻ പറഞ്ഞു. അപ്പോൾ അത് എഴുതണം എന്ന് തോന്നുന്നു. എഴുതി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ണാണ് കേട്ടോ എന്താ ഗൂസ്ബെറി ഇന്നെ സിൽവർ പോട്ട് എന്ന് പറയുന്നത് ഐസാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എഴുതി പഠിപ്പിച്ചിട്ടുണ്ടായില്ല. അപ്പം അതിൻ്റെ അപ്പം എന്താ അതിലാണ് 3 മാർക്ക് പോയേക്കുന്നത്. ബാക്കി ഫുള്ളും ശരിയുണ്ട്, 47 മാർക്ക്. പിന്നെ കളറിങ്ങിൽ എന്താണ് ഇങ്ങനെ കാട്ടി വെച്ചേക്കണേ, ഫുള്ള് മാർക്ക് കിട്ടേണ്ട കളറിങ്ങിൽ നോക്കി 48, 2 മാർക്ക് പോയി. ഇവിടെ ഒന്നും കറക്റ്റായിട്ട് അടിച്ചിട്ടില്ല കണ്ട. ഇവിടെയൊക്കെ വെള്ള കളറാണ്, അതാണ് മാർക്ക് കുറച്ചത്. ബാക്കി എല്ലാവരും ജയിച്ചു. അപ്പോൾ കുഴപ്പമില്ല, കുഞ്ഞുകുട്ടികളല്ലേ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ള് കിട്ടില്ല എന്നുള്ളത്. അതേപോലെ തന്നെ ആയി. ഞാൻ കുഴപ്പമില്ല, ഫുള്ള് കിട്ടി. 1 മാർക്കല്ലേ. അടുത്ത പ്രാവശ്യം ഫുള്ള് വാങ്ങൂല്ലേ. ട്രോഫി കിട്ടി. മാമി ഗിഫ്റ്റ് ആയിട്ട് ട്രോഫി കൊടുത്തിട്ടുണ്ട്. വാപ്പച്ചിയും ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചിയും ഗിഫ്റ്റ് തരും കേട്ടാ. അങ്ങനെ നമ്മുടെ എക്സാമിന്റെ റിസൾട്ട് ഇതാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ മക്കൾക്ക് അതൊക്കെ ഒന്ന് കാട്ടി. എല്ലാത്തിനും ടിക്ക് ഇട്ടിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് കുറേ സാധനങ്ങൾ കുട്ടീസിന് കിട്ടിയിട്ടുണ്ട് സർപ്രൈസ് ആയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പോൾ ഇതാ ഇത് ഫുള്ളും കുട്ടീസിനുള്ള സർപ്രൈസസ് ആണ്, മാമി കൊണ്ടുവന്ന സർപ്രൈസസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നസും ബിപ്പിക്കുട്ടിയും അൺബോക്സ് ചെയ്യാനിരിക്കുന്നുണ്ട്. ചുച്ചുക്കുട്ടി അപ്പുറത്താണ്. അപ്പോൾ ഞാൻ 2 പേരും കൂടി ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ പോവാണ്. വാ നോക്കാം, തുറന്നോളൂ. ഇത് ചുച്ചുക്കുട്ടിക്കുള്ള പാവയാണ് കേട്ടോ. ഓരോന്ന് തല്ല് പറയണ കേക്ക് തല്ലായി കഴിച്ചു. ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള പാവക്കുട്ടി. പിന്നെ സ്റ്റിക്കേഴ്സ്, ബാർബിയുടെ സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. കളർ ചെയ്യണ ബുക്കാണ് കേട്ടോ. സ്റ്റിക്കർ ഉണ്ടായിരുന്നു.
നല്ല ഫേവറേറ്റ് ഉണ്ട്. ഇത് നമ്മളെ ഇത് നമ്മളെ ഹെയർ ബാൻഡ് അല്ല, ഹെയർ ബാൻഡ് അല്ല, മുടി. ആ പിപ്പിക്കുട്ടിക്ക് വാട്ടർ ബോട്ടിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള പെൻസില്. പിന്നെ ആ പിപ്പിക്കുട്ടിക്ക് ടിഫിൻ ബോക്സ്. ഇവിടെ ചുച്ചുകുട്ടി എത്തിയിട്ടുണ്ട്. പിന്നെ നിന്നസിനും 2 ഉടുപ്പുകളാണ് കേട്ടോ നമ്മുടെ പിപ്പിക്കുട്ടിക്ക് പാകം. നല്ല ക്യൂട്ടായിട്ടുള്ള 2 ഫ്രോക്കാണ് കേട്ടോ. ചുച്ചിട്ട് പാവ പിന്നെ എടുത്ത് കൊടുക്കും. പിന്നെ കുറച്ച് എന്താണ് പാൻറ്റീസ് അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ എനിക്കൊരു ടോപ്പാണ് കേട്ടോ. അങ്ങനെ ടോപ്പ്. പിന്നെ മിഠായും സംഭവങ്ങളൊക്കെ ഫുള്ള് എന്താ തിന്ന് കഴിഞ്ഞു. നമ്മുടെ ചുച്ചുകുട്ടി വന്നിരിക്കും. പിപ്പിക്കുട്ടിയുടെ വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സും ചുച്ചുകുട്ടിക്ക് അങ്ങനെ വാടിക്ക് കൊണ്ടുപോകാൻ. കിട്ടിയാ കിട്ടൂല. ഞാൻ കണ്ടില്ല. ഇവിടെ വെച്ചിട്ടാ ചുച്ചുകുട്ടിക്ക് പൊട്ടിച്ചേരാട്ടാ. വറ്റേ നിന്നൂസ് പൊട്ടിച്ചു കൊടുക്കാണ് അതിന് ചുച്ചുവിന് പാവ. ഇഷ്ടപ്പെട്ട പാകുട്ടിനെ നിന്നൂസിനുള്ളതാണ് ഇത്. അടുത്ത പ്രാവശ്യം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാവുമ്പോ എടുത്താൽ മതി കേട്ടോ നിന്നു. അത് പൊട്ടിക്കണ്ട, അതും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാവുമ്പോ എടുത്താൽ മതി.